2026 ജൂൺ 4 സിറാജ് എഡിറ്റോറിയൽ. പനവൂരുകൾ ആവർത്തിക്കാതിരിക്കാൻ. ഏറ്റവും പവിത്രവും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതീവ സുരക്ഷിതവുമെന്ന് വിശ്വസിക്കപ്പെടുന്ന മാതൃത്വത്തിൻ്റെ സാന്നിധ്യത്തിൽ 1.5 വയസ്സ് മാത്രം പ്രായമുള്ള അർഷിദ് എന്ന കുഞ്ഞ് ക്രൂര മർദ്ദനമേറ്റ് പിടഞ്ഞു മരിച്ച സംഭവത്തിൻ്റെ ഞെട്ടൽ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. സമാനതകളില്ലാത്തതാണ് തിരുവനന്തപുരം നെടുമങ്ങാട് പനവൂരിലെ സംഭവം. സ്വന്തമായി പ്രതിരോധം തീർക്കാനോ വേദനിക്കുമ്പോൾ ഉറക്കെ നിലവിളിച്ച് ആളുകളെ കൂട്ടാനോ പ്രായമാകാത്ത കുഞ്ഞാണ് അവിടെ ക്രൂരതകൾക്ക് ഇരയായത്. ഒരു കുഞ്ഞിൻ്റെ മൃദുലമായ ശരീരത്തിന് താങ്ങാനാകാത്ത മർദ്ദനവും അതിക്രമവുമാണ് അർഷിദിന് ഏൽക്കേണ്ടി വന്നത്. പോലീസ് വെളിപ്പെടുത്തിയ വിവരമനുസരിച്ച് മാസങ്ങളായി കുഞ്ഞ് ക്രൂരമായ പീഡനം അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. പുതിയതും പഴയതുമായ 91 മുറിവുകൾ കണ്ടെത്തുകയുണ്ടായി ആ ഇളം ശരീരത്തിൽ. 7 വാരിയെല്ലുകൾ പൊട്ടുകയും ചെയ്തിരുന്നു. കടുത്ത മർദ്ദനത്തെ തുടർന്നുണ്ടായ ആന്തരിക രക്തസ്രാവവും തലച്ചോറിനേറ്റ മാരക പരിക്കുകളുമാണ് അർഷിദിൻ്റെ ജീവനെടുത്തത്. പങ്കാളിയുടെ ക്രൂരതകൾ തടയേണ്ട മാതാവ് കുറ്റകൃത്യത്തിന് കൂട്ടുനിൽക്കുകയോ അതിൽ പങ്കാളിയാകുകയോ ചെയ്തത് മാതൃത്വമെന്ന സങ്കല്പത്തിനുമേൽ തന്നെ കരിനിഴൽ വീഴ്ത്തുന്നു. സ്വന്തം കുഞ്ഞിനോട് എങ്ങനെയാണ് ഒരു മാതാവിന് ഇത്രയും ക്രൂരത കാണിക്കാനായത്? മാതാക്കൾ പുനർവിവാഹിതരാകുമ്പോൾ മുൻ ബന്ധങ്ങളിലെ കുട്ടികൾ കടുത്ത മാനസിക ശാരീരിക പീഡനങ്ങൾക്കിരയാകുന്ന സംഭവങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. പലപ്പോഴും സ്ത്രീകൾ തങ്ങളുടെ പുതിയ ജീവിതവും പങ്കാളിയെയും നിലനിർത്തുന്നതിന് കുട്ടികളുടെ സുരക്ഷിതത്വം അവഗണിക്കുകയാണ്. പങ്കാളിയെ പിണക്കിയാൽ വീണ്ടും ഒറ്റപ്പെട്ടു പോകുമോ എന്ന ഭയം മൂലമോ പുതിയ ബന്ധത്തോടുള്ള അമിതമായ വൈകാരിക അടിമത്തം കാരണമോ കുട്ടികൾക്ക് നേരെയുണ്ടാകുന്ന അതിക്രമങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയും മൂടിവെക്കുകയും ചെയ്യുന്നു. പുതിയ ജീവിതത്തിൽ കുഞ്ഞുങ്ങൾ ബാധ്യതയായി മാറുമോ എന്ന ഭീതിയിൽ മാതാക്കൾ തന്നെ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നതും കുറവല്ല. അതേസമയം എല്ലാ പുനർവിവാഹങ്ങളെയും ഒരേ കണ്ണോടെ കാണുകയുമരുത്. രണ്ടാം ഭർത്താവിന് കീഴിൽ സുരക്ഷിതരായി കഴിയുന്ന കുട്ടികൾ ധാരാളമുണ്ട്. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരും ഒട്ടും ധാർമ്മിക ബോധമില്ലാത്തവരും പങ്കാളിയായി കടന്നു വരുമ്പോഴാണ് കുട്ടികൾ ഇരകളാകുന്നത്. അയൽ കുടുംബങ്ങളിൽ നടക്കുന്ന ക്രൂരതകൾക്ക് നേരെ മുഖം തിരിക്കുന്ന നവകേരളീയൻ്റെ സംസ്കാരശൂന്യതയുടെയും നഷ്ടപ്പെട്ട മാനുഷികതയുടെയും മുഖം കൂടി വെളിപ്പെടുത്തുന്നു പനവൂർ സംഭവം. കുഞ്ഞ് ദിവസങ്ങളോളം ക്രൂരമായി മർദ്ദിക്കപ്പെട്ട സാഹചര്യത്തിൽ അയൽവാസികളും ബന്ധുക്കളും അതറിയാതിരിക്കാൻ സാധ്യതയില്ല. കുട്ടികളുടെ കരച്ചിലോ അസ്വാഭാവികമായ പെരുമാറ്റങ്ങളോ ശരീരത്തിൽ മർദ്ദനത്തിൻ്റെ പാടുകളോ ശ്രദ്ധയിൽപ്പെട്ടാലും അതവരുടെ കുടുംബകാര്യമെന്ന ചിന്തയിൽ മറ്റുള്ളവർ മാറി നിൽക്കുകയാണ് പൊതുവെ. ഒരു സ്ത്രീക്കെതിരെയോ മുതിർന്ന വ്യക്തിക്കെതിരെയോ അതിക്രമം നടന്നാൽ അവർക്ക് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ പരാതിപ്പെടാനാകും. കുട്ടികൾ സ്വന്തം അവകാശങ്ങൾക്കായി സംസാരിക്കാൻ കഴിയാത്തവരാണ്. ഈ സാഹചര്യത്തിൽ അയൽവാസികൾ ഉൾപ്പെടെ സമൂഹത്തിന് ചില ഉത്തരവാദിത്വമുണ്ട്. തങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്ന മർദ്ദിതരുടെ സഹായികളായി അവർ മാറേണ്ടതുണ്ട്. പുനർവിവാഹത്തിന് മുമ്പ് സ്ത്രീകളും കുടുംബവും പുതിയ ജീവിത പങ്കാളിയുടെ സ്വഭാവവും വ്യക്തിത്വവും പശ്ചാത്തലവും വ്യക്തമായി അന്വേഷിക്കണമെന്നതാണ് പനവൂർ നൽകുന്ന പാഠം. വെറുതെയൊരു തണലിനു വേണ്ടി ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുടെ കൈകളിലേക്ക് കുഞ്ഞിനെ എറിഞ്ഞു കൊടുക്കരുത്. അഥവാ വിവാഹശേഷം പങ്കാളിയിൽ സ്വഭാവ ദൂഷ്യം പ്രകടമാകുകയും കുഞ്ഞിൻ്റെ ഭാവിയിൽ ആശങ്ക അനുഭവപ്പെടുകയും ചെയ്താൽ കുടുംബക്കാരെയോ ദത്തെടുക്കാൻ താൽപ്പര്യമുള്ളവരെയോ ഏൽപ്പിക്കാനുള്ള മനസ്സെങ്കിലും കാണിക്കണം. മാതാപിതാക്കൾ പുനർവിവാഹിതരാകുന്ന കുടുംബങ്ങളിലെ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഓരോ സ്കൂൾ പരിധിയിലെയും മാതാപിതാക്കൾ പുനർവിവാഹിതരായ കുടുംബങ്ങളിലെ കുട്ടികളുടെ പട്ടിക തയ്യാറാക്കുകയും മാസത്തിലൊരിക്കൽ അധ്യാപകർ അവരുടെ വീടുകൾ സന്ദർശിച്ച് കുട്ടികളുടെ സുഖവിവരങ്ങൾ ആരായുകയും സുരക്ഷ ഉറപ്പുവരുത്തുകയുമാണ് പദ്ധതി വിഭാവനം ചെയ്യുന്നത്. എന്നാൽ സ്കൂൾ പ്രായമായ
5 വയസ്സ് കുട്ടികൾ മാത്രമാണ് ഈ പദ്ധതിക്കു കീഴിൽ വരുന്നത്. സമാന രീതിയിൽ 5 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സുരക്ഷയും ഉറപ്പുവരുത്താനുള്ള പദ്ധതി അനിവാര്യമാണെന്ന് പനവൂർ സംഭവം ഭരണകൂടത്തെയും സമൂഹത്തെയും ബോധ്യപ്പെടുത്തുന്നു. കാര്യത്തിൽ അംഗൻവാടി ജീവനക്കാരെയും ആശാ വർക്കർമാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സന്ദർശക സംഘത്തെ വിനിയോഗിക്കുന്ന കാര്യം സർക്കാർ പരിഗണിക്കേണ്ടതാണ്. സ്കൂൾ പ്രായത്തിനു താഴെയുള്ള കുട്ടികളുടെ വിവരങ്ങളും ആരോഗ്യസ്ഥിതിയും അവർക്കാണ് നന്നായി അറിയാനാകുക. ഓരോ പ്രദേശത്തെയും ഗർഭിണികളുടെയും ശിശുക്കളുടെയും ചെറിയ കുട്ടികളുടെയും ലിസ്റ്റ് അവരുടെ വശമുണ്ടാകും. പ്രതിരോധ കുത്തിവെപ്പുകളുടെ കാര്യവും കുഞ്ഞുങ്ങളുടെ വളർച്ചയും കൃത്യമാണോ എന്നെല്ലാം അന്വേഷിക്കാൻ ആശാവർക്കർമാർ ഇടയ്ക്കിടെ വീടുകൾ സന്ദർശിക്കാറുമുണ്ട്. ഈ ഘട്ടത്തിൽ കുട്ടികളുടെ ശാരീരിക സുരക്ഷിതത്വം കൂടി അന്വേഷിക്കാൻ അവർക്ക് സാധിക്കും. കുടുംബശ്രീ, റെസിഡൻസ് അസോസിയേഷൻ തുടങ്ങിയ പ്രാദേശിക കൂട്ടായ്മകളെയും ഈ കാര്യത്തിൽ പങ്കാളികളാക്കാവുന്നതാണ്.